അവിടെ പോയി ആപ്പിൾ പറിക്കേണ്ട കാര്യമുണ്ടോ? 12 ലക്ഷം രൂപയും കൊടുത്തിട്ട്. അപ്പോൾ ഇതാണ് തട്ടിപ്പിന്റെ കഥയാണ് ചിഞ്ചു അനീഷ് ഒരിക്കൽ പോയിട്ടും പഠിച്ചില്ലെന്നേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മലപ്പുറത്തെ സൂപ്പർ മാർക്കറ്റ് നിക്ഷേപ തട്ടിപ്പിൽ വിശ്വാസവഞ്ചന നടന്നെന്ന് ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് കമ്പനി ഡയറക്ടർമാരുടെ വെളിപ്പെടുത്തൽ. അത് അങ്ങനൊരു തട്ടിപ്പ്. തട്ടിപ്പിന് പിന്നിൽ തുഞ്ചത്ത് ജുവലറി തട്ടിപ്പിലെ ഒന്നാം പ്രതി മൂത്തേരി ജയചന്ദ്രനാണെന്ന് ഡയറക്ടർമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സൂപ്പർ മാർക്കറ്റുകളുടെ മറവിൽ ജയചന്ദ്രൻ 130 കോടി രൂപ കവർന്നു എന്നാണ് വെളിപ്പെടുത്തൽ. നിലമ്പൂരിൽ നിന്ന് മാത്രം 23 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. പലിശരഹിത ഗോൾഡ് ലോണിലൂടെ സമാഹരിച്ച 100 കണക്കിന് കിലോ സ്വർണവും കവർന്നതായി വെളിപ്പെടുത്തലുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കണക്ക് പ്രകാരം 130 കോടി രൂപൻ്റെ അടുത്തേക്കുണ്ട്. അതിന് മുകളിലേക്ക് എന്നല്ലാതെ താവാൻ സാധ്യതയില്ല. പലിശരഹിത ഗോൾഡ് ലോൺ ഉണ്ടായിരുന്നു. അത് 75% കസ്റ്റമർക്ക് ആ സ്വർണത്തിൻ്റെ അന്നത്തെ നിലവാരം എന്താണോ അതിൻ്റെ 75% കസ്റ്റമർക്ക് കൊടുക്കുക, ബാക്കി 25% കമ്പനിക്ക് കൊടുക്കുക. അതിൽ ക്യാഷായിട്ടും ഗോൾഡായിട്ടും ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, ജയചന്ദ്രൻ്റെ കയ്യിൽ. ഏകദേശം ഇപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു 100 കിലോൻ്റെ അടുത്തുണ്ട്. കണക്ക് ഒരു 300 കിലോന് ഗോൾഡ് അവൻ്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ക്യാഷ്, പിന്നെ രേഖാമൂലമല്ലാത്ത ക്യാഷ് അവൻ്റെ കയ്യിലുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ അഷ്കറിലേക്ക് കരിമ്പയുണ്ട്. അഷ്കറിലേക്ക് കരിമ്പ ഇത് വല്ലാത്തൊരു തട്ടിപ്പാണ്, ഈ സൂപ്പർ മാർക്കറ്റ് നിക്ഷേപ തട്ടിപ്പ്. അതിലിപ്പോൾ ഈ ജയചന്ദ്രനാണോ അതിൻ്റെ സൂത്രധാരൻ? അങ്ങനെയാണോ ഡയറക്ടർമാർ പറയുന്നത്? അഷ്കർ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ മലപ്പുറം ജില്ലയിലെ തന്നെ പ്രമാദമായ തട്ടിപ്പ് കേസുകൾ നടന്നു, ഈ തുഞ്ചത്ത് ജ്വല്ലേഴ്സ് തട്ടിപ്പ്. ആ കേസിലെ മുഖ്യ പ്രതിയാണ് ഇപ്പോൾ ഈ ഡയറക്ടർമാർ തന്നെ വെളിപ്പെടുത്തിയ മൂത്തേരി ജയചന്ദ്രൻ എന്ന് പറയുന്ന മലപ്പുറം തിരൂർ താനൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തി. ഈ വ്യക്തി തന്നെയാണ് ഈ ഇൻവിറ്റബിൾ മാർക്കറ്റിംഗ് കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിച്ച് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി AD സൂപ്പർ മാർക്കറ്റുകൾ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിച്ച് അതിലേക്ക് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. അഥവാ 1 ലക്ഷം രൂപയ്ക്ക് മാസം 2500 രൂപ മുതൽ 3000 രൂപ വരെ, അങ്ങനെ വാർഷികമായി 25,000 മുതൽ 30,000 വരെ രൂപയൊക്കെ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇതിൽ നിക്ഷേപം സ്വീകരിച്ചത്. അങ്ങനെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് പണം സമാഹരിച്ചിരുന്നു. ആ തട്ടിപ്പിൻ്റെ വ്യാപ്തിയാണ് ഇപ്പോൾ അതിലെ ഡയറക്ടർമാരായിരുന്ന ഏജന്റുമാരായിരുന്ന ആളുകൾ ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ഏകദേശം 130 കോടി രൂപ ഇവർ തട്ടിപ്പ് ഈ രീതിയിൽ ഈ സൂപ്പർ മാർക്കറ്റുകളുടെ പേരിൽ സമാഹരിച്ചിരുന്നു എന്നാണ്. ഈ പറയുന്ന നിക്ഷേപം സ്വീകരിച്ച എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇപ്പോൾ പൂട്ടിപ്പോയിട്ടുണ്ട്, ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ പേരിലുണ്ടായിരുന്ന മറ്റ് സ്ഥാപനങ്ങളടക്കം പൂട്ടിപ്പോകുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ പണം ഇപ്പോൾ ഒരാൾക്കും തിരിച്ചിട്ടാത്ത അവസ്ഥയാണ്. മാത്രമല്ല, ഈ സൂപ്പർ മാർക്കറ്റിലെ ഭാഗമായിട്ട് തന്നെ ഈ കമ്പനി ഗോൾഡ് ലോൺ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പണം, സ്വർണം ഇതുപോലെ ആളുകളിൽ നിന്ന് ശേഖരിച്ചത്. അങ്ങനെ ഈ കമ്പനിയിൽ നിന്ന് മാത്രം ഏകദേശം 100 കിലോയിലധികം 100 കിലോയിലധികം സ്വർണം ഇവർ മാത്രം ശേഖരിച്ചിരുന്നു. അങ്ങനെ 300 കിലോയോളം സ്വർണം ഈ ജയചന്ദ്രന്റെ പക്കലുണ്ടായിരുന്നു എന്നാണ് ഈ ഡയറക്ടർമാർ വെളിപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗം മാത്രം, നിലമ്പൂർ ഏരിയയിൽ നിന്ന് മാത്രം, അതിൽ ഒരു ഡയറക്ടർ മാത്രം ഈ കമ്പനിക്ക് വേണ്ടി പിരിച്ചു നൽകിയത് 23 കോടി രൂപയാണ്. അപ്പോൾ എത്രത്തോളം ആളുകൾ ഇതിന് തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാവുമെന്നുള്ളത് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. സാധാരണക്കാരായ സ്ത്രീകളും പ്രവാസികളും അടക്കമുള്ള രോഗികളായ സർജറിക്ക് വേണ്ടി പണം സൂക്ഷിച്ചു വെച്ച മനുഷ്യരടക്കം ഇതിൽ ലാഭം, സ്ഥിരമായ ഒരു വരുമാനം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ ആധാരം പോലും പണം വെച്ച് പണം നിക്ഷേപിച്ച മനുഷ്യരുണ്ടായിരുന്നു. അങ്ങനെ മലപ്പുറം ജില്ലയിലെ 10,000-കണക്കിന് മനുഷ്യരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടാണ് ഇത്തരത്തിൽ 130 കോടി രൂപയോളം തട്ടിപ്പ് ഈ ജില്ലയിൽ നിന്ന് മാത്രം നടത്തിയിരിക്കുന്നത്. അരുൺ. ഓക്കെ, താങ്ക് യു അഷ്കർ. മൂത്തേരി ജയചന്ദ്രനാണ് ഇതിന്റെ സൂത്രധാരൻ എന്നാണ് പറയുന്നത്. 130 കോടി രൂപ തട്ടിക്ക്, അതാണ് മലപ്പുറത്തെ സൂപ്പർ മാർക്കറ്റ് നിക്ഷേപ തട്ടിപ്പ് എന്ന് പറയുന്നത്.